നെഹമ്യ അധ്യായം 8. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഇസ്രായേൽ മക്കൾ സ്വന്തം പട്ടണങ്ങളിൽ പാർക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നേർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് വന്നുകൂടി. ദൈവം ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ ചുരുൾ കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേൾപ്പാൻ ഒരുങ്ങി വന്ന എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള സമതല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാ ശ്രോതാക്കളുടെയും മുമ്പിൽ ന്യായപ്രമാണം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് സജ്ജമാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവരുടെ അടുത്ത് വലത്തുഭാഗത്ത് മത്തീത്യ, ശേമ, അനായ, ഊരിയ, ഹിൽക്കിയ, മയസേയ എന്നിവരും, ഇടത്തുഭാഗത്ത് പെദേയ, മിശായേൽ, മിൽക്കിയ, ഹാശൂം, ഹഷ്ബദ്ദാന, സ്കറിയ, മെശുല്ലാം എന്നിവരും നിന്നു. എസ്രാ സകല ജനവും കാൺകെ ചുരുൾ വിടർത്തി അവൻ സകല ജനത്തിനു നേരെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹോന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനമെല്ലാം കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവാക്യവും പറഞ്ഞു. സാഷ്ടാംഗം വീണ് കർത്താവിനെ സ്തുതിച്ചു. യോശുവ, ബാനി, ശെരബ്യായ, യാമീൻ, അക്കൂബ്, ശബത്തായി, ഹോദിയ, മയസേയ, കെലീത്ത, അസറിയ, യോസാബാദ്, ഹനാൻ, പെലയ എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണം ശുശ്രൂഷ ചെയ്തു. ഇങ്ങനെ അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണം സ്പഷ്ടമായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പുരോഹിത ശ്രേഷ്ഠനായ നെഹമ്യായും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചിരുന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കുകയും കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങൾ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും പാനീയവും കഴിച്ചു തങ്ങൾക്കായി ഒരുക്കിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് കർത്താവിൻ്റെ സന്തോഷ ദിവസമത്രേ. അവൻ നിങ്ങൾക്ക് സഹായിയാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ലേവ്യരും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. സകല ജനത്തെയും സമാശ്വസിപ്പിച്ചു. തങ്ങളോടറിയിച്ച വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും ഇല്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം സർവ്വജനത്തിൻ്റെയും കുടുംബത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ കൂടി. ദൈവം മോശമുഖാന്തരം കൊടുത്തിരുന്ന ന്യായപ്രമാണത്തിന് 7-ാം മാസത്തിലെ പെരുന്നാളിൽ ഇസ്രായേൽ മക്കൾ കൂടാരങ്ങളിൽ പാർക്കണമെന്ന് എഴുതിയിരിക്കുന്നതുപോലെ കൂടാരമുണ്ടാക്കുവാൻ നിങ്ങൾ മലയിൽ ചെന്ന് ഒലീവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തുമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവിൻ എന്ന് അവരുടെ എല്ലാ പട്ടണങ്ങളിലും യെരൂശലേമിലും അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തണമെന്ന് എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു.
ജനം പോയി ഓരോരുവൻ സ്വന്തം വീടിൻ്റെ മുകളിലും മുറ്റത്തും ദേവാലയത്തിൻ്റെ പ്രകാരങ്ങളിലും നിർവാതിൽക്കലെ മൈതാന സ്ഥലത്തും എഫ്രയീം വാതിൽക്കലെ സമതലത്തിലും കൂടാരങ്ങളുണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂന്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവർ പ്രതിദിനം ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. അങ്ങനെ അവർ 7 ദിവസം പെരുന്നാൾ ആചരിച്ചു. 8-ാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. ഭാരകമോർ